ബാക്കിയുള്ളവരൊക്കെ എല്ലാ മേഖലകളിലും ഇത്തരത്തിൽ നടക്കാറില്ലേ എന്ന് ചോദിക്കുന്ന ഒരു സാധനത്തിനെ ഇന്നലെ ജഗദീഷ് ചേട്ടൻ എതിർത്ത് സംസാരിച്ചായിരുന്നു. അങ്ങനെയല്ല നമുക്കിപ്പോൾ വേണ്ടത്. ഹേമ കമ്മിറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. പുറത്ത് അത് നടക്കുന്നുണ്ടോ, പുറത്ത് നടക്കുന്നില്ലേ, ഇത് മറ്റു മേഖലയിൽ എവിടെയാണ്, തെലുങ്കിൽ എങ്ങനെയാണ്, ഇതൊന്നും നമ്മളെ ചർച്ചാ വിഷയമല്ല. ഹേമ കമ്മിറ്റി മലയാള സിനിമയിൽ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച കമ്മിറ്റിയാണ്. അത് പറയുന്നു, ഇതൊക്കെ നടക്കുന്നുണ്ടെന്ന് പറയുന്നു. അപ്പം സംവിധായകൻ കൂടിയാണ് അഖിൽ. ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ തന്നെ അഖിൽ സംസാരിക്കുമ്പോഴും ഉള്ള ഒരു ലാഘവത്വം ഞാൻ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇത് സാധാരണമല്ലേ? അതായത് ചില ആൾക്കാരൊക്കെ ഇതിനെ ഉദാഹരിക്കുന്നതെന്ന് പറഞ്ഞാൽ മേശന്മാര് കല്ല് തൂക്കാൻ വരുന്ന പെൺകുട്ടികളെ ആ തരത്തിൽ ഉപയോഗിക്കില്ലേ എന്നൊക്കെ പറയുന്ന ജനറലൈസേഷൻ. ഇത് ജനറലൈസ് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഇപ്പൊ ഈ റൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ഞാൻ ഇന്ന് വരെയും കണ്ടിട്ടില്ല ഇവർ മലയാള സിനിമയിൽ നീതി നിഷേധിക്കപ്പെട്ട ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന് വേണ്ടി സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന, ഇപ്പോൾ സംഘസംവിധാനമായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്, ക്യാമറയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, ആർട്ട് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. തൊട്ട് മാത്രമല്ല, വളരെ രസകരമായ ഒരു സത്യം ഞാൻ പറയും. ഈ WCCയിൽ ഈ വിഷയങ്ങൾ ഉന്നയിക്കുന്ന ഒരു പ്രമുഖ നായിക തന്നെ ആണ് കാരവാനിലേക്ക് ഒരു പെൺകുട്ടി ടോയ്ലറ്റിലോട്ട് കയറാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടപ്പോൾ സമ്മതിക്കാത്തത്. ഇവർ തന്നെയാണ് മലയാള സിനിമയിൽ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ അടച്ചാക്ഷേപിച്ച് സംസാരിച്ചിട്ടുള്ളതും ആ രീതി പെരുമാറിയിട്ടുള്ളതും. ഇത് സിനിമയ്ക്കുള്ളിലുള്ള എല്ലാവർക്കും ഈ റിയാലിറ്റീസ് അറിയാം. ഇവർക്ക് പിന്നീട് അവസരങ്ങൾ കിട്ടാതെ വന്ന സമയത്ത് ഇത് മറ്റുള്ള എന്തോ ഒരു മാഫിയ ആണ്. ഇത് സത്യത്തിൽ നമ്മൾ പറയാം, നമ്മൾ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകണ്ട, മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നടക്കുന്നത് മറ്റുള്ള മേഖല, ഇപ്പോൾ മാധ്യമ മേഖല നമ്മൾ എടുക്കാം. എത്രയോ മുതിർന്ന മാധ്യമ പ്രവർത്തകർക്കെതിരെ സ്ത്രീപീഡന പരാതികളും പ്രശ്നങ്ങളും വന്നിട്ടുണ്ട്. ഏറ്റവും വലിയ ചാനലിൽ തന്നെ മീറ്റു ആരോപണങ്ങളും പ്രശ്നങ്ങളും വന്നുകയും അത് ഒതുക്കി തീർക്കുകയും അതിൽ വർക്ക് ചെയ്യുന്ന ലേഡിയെ പുറത്താക്കിയെന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആ ലേഡി ആ ചാനലിന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കെതിരെ അവർ മീറ്റു ആരോപണം ഉന്നയിച്ച സമയത്ത് അവരെ അവിടുന്ന് പുറത്താക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഹേമ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് മലയാള സിനിമയിൽ മാത്രമല്ല സമസ്ത മേഖലയിലും വരണം. ഇപ്പോൾ ടോയ്ലറ്റിന്റെ പ്രശ്നം പറഞ്ഞു, ഇന്ന് മലയാള സിനിമ സംഭവിക്കുമ്പോൾ ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ച് അതിന് ആനുപാതികമായിട്ട് ടോയ്ലറ്റുകളുണ്ടോ എന്ന് വെച്ചാൽ 100% ഉണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, ഞാൻ നേരത്തെ ഒരു ഇന്റർവ്യൂവിലും പറഞ്ഞൊരു കാര്യമാണ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു ദിവസം എത്ര പേര് വന്നു പോകുന്നുണ്ട്. അവിടെ മതിയായ ആനുപാതികമായിട്ടുള്ള കണക്കെടുത്ത് കഴിഞ്ഞാൽ ഒരു 50,000-ലധികം ആൾക്കാർ ഒരു ദിവസം വന്നു പോകുന്ന സ്ഥലത്ത് ഇത്തരം ടോയ്ലറ്റുകളുണ്ടോ? അല്ലെങ്കിൽ ഒരു KSRTC ബസ് സ്റ്റാൻഡ് എടുക്കുക, അവിടെ ടോയ്ലറ്റുകളുണ്ടോ? ഇത് പക്ഷെ അതേസമയം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് പഴയ ഈ റിപ്പോർട്ട് ഇന്നലകളിൽ, അതായത് ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ, ഒരു പക്ഷേ ഈ ക്യാരവാനെ കുറിച്ച് പല ആൾക്കാരും പരിഹസിക്കുമ്പോൾ ആക്ച്വലി ക്യാരവാൻ എന്തിനാണ്? ഒരു ടോയ്ലറ്റ് അതിലൊരു നായികയ്ക്കോ നായകനോ ഒരു റൂം കൊടുത്താൽ ഇപ്പുറത്ത് പബ്ലിക്കാണ്, അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ത്രീകൾക്ക് ഉപയോഗിക്കാനാണ്. പിന്നെ വീടുകൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന പലപ്പോഴും വീടുകളുള്ള പ്രദേശത്തൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ ഇപ്പം ഒരു ബയോ ടോയ്ലറ്റുകൾ കൊണ്ടിട്ട് ആരുടെയെങ്കിലും വീടിന് മുമ്പിലിട്ട് കഴിഞ്ഞാൽ വീട്ടുകാർ സമ്മതിക്കില്ല. നമ്മുടെ മലയാള സിനിമ ഷൂട്ട് എടുക്കുന്നത് പലപ്പോഴും ഔട്ട്ഡോറിലാണ്, പുറത്താണ്. മറ്റു ഒരു സെറ്റിൽ 500 പേര് വന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 500 പേർക്ക് നമുക്ക് ടോയ്ലറ്റ് സൗകര്യം എടുക്കാം. നമുക്ക് അവിടെ, അതായത് 100 ദിവസം ഷൂട്ട് ഇതിനകത്താണെന്നുണ്ടെങ്കിൽ പറയാം ഇതൊക്കെ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതൊരു ക്രിയേറ്റീവ് മേഖലയാണ്. ആര് വർക്ക് ചെയ്യണം, ആര് വർക്ക് ചെയ്യണ്ട എന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ ക്രിയേറ്റേഴ്സാണ്. കാരണം അയാളുടെ കഥാപാത്രങ്ങൾ നന്നാണ്. ഇപ്പോൾ എനിക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരാൾ സിനിമ എടുക്കുമ്പോൾ ചേട്ടാ എന്നെ എന്തുകൊണ്ട് വിളിച്ചില്ലെന്ന് എനിക്ക് ചോദിക്കാൻ പറ്റത്തില്ല. അതിന് ഞാൻ പുറത്തിറങ്ങിയിട്ട് എന്നെ ഒഴിവാക്കിയാന്ന് പറയാൻ പറ്റത്തില്ല. ഈ ക്രിയേറ്റേഴ്സ് അല്ല ഇത് തീരുമാനിക്കപ്പെടുന്നതെന്നും ഇപ്പോൾ പുറത്ത് പറയുന്ന അഭിപ്രായങ്ങളിൽ ഇപ്പോൾ നന്ദി എഴുതി കാണിച്ചില്ലെങ്കിൽ പോലും ഒരു സിനിമയെ ബാധിക്കും. അത് ആരുടെ പേര് നന്ദി എഴുതി കാണിക്കണം എന്നതിനെ പറ്റിയിട്ടൊക്കെ കൃത്യമായിട്ട് ആൾക്കാർ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പോലും ഇടപെടുന്ന, ഒരു നന്ദി എഴുതി കാണിച്ചില്ലെങ്കിൽ പോലും ആ സിനിമ പുറത്തു വരില്ല എന്ന രീതിയിൽ ഇടപെടാൻ കഴിയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇത് ഹിയർ ദ അതർ സൈഡ് എന്ന് പറഞ്ഞൊരു സംഭവമില്ലേ? അതായത് നമ്മൾ 2 വർഷം കേൾക്കണ്ടേ? അപ്പം ഈ 2 വർഷത്തും ഈ ഫസ്റ്റ് ഓഫ് ഓൾ ഏത് മേഖലയാണെങ്കിലും ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് എല്ലായിടത്തും ഉണ്ട്. ഇതിന് വേണ്ടത് ഒരു പ്രോസസ്സാണ്. ഇപ്പോൾ ജുഡീഷ്യൽ കമ്മിറ്റി വന്നു. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ ലോയറാണ് ബേസിക്കലി. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് കണ്ടിടത്തോളം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഇനി അതിനെ സംബന്ധിച്ച് ഏത് മേഖലയിലാണെങ്കിലും ഒരാൾക്ക് ഒരു കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അത് പരാതിപ്പെടാനുള്ളൊരു അവസരം വേണം. ഇത് അവസരപ്പെട്ട ഒരു ടൈം ലിമിറ്റിനുള്ളിൽ അത് കേൾക്കാനുള്ള അവസരം വേണം. ആ ടൈം ലിമിറ്റിനുള്ളിൽ അത് കേട്ടില്ലെങ്കിൽ അത് അപ്പീൽ പോകാനുള്ള റൈറ്റ് വേണം. അപ്പം ഈ പരാതിപ്പെടുന്നതോടൊപ്പം തന്നെ അപ്പുറത്തെ സൈഡിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടാവുമല്ലോ, അവരെ നമ്മൾ കേൾക്കണമല്ലോ. അത് കേട്ടതിന് ശേഷം മാത്രമല്ലേ ഇതിലേതാണ് ശരി തെറ്റെന്നുള്ള തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതൽ നമ്മൾ സ്ട്രെസ് ചെയ്യേണ്ടത് ഒരു പ്രോസസ്സ് ഉണ്ടാക്കുക. ആ പ്രോസസ്സ് എല്ലാ മേഖലയിലും കൊണ്ടുവരിക. പ്രത്യേകിച്ച് ഇപ്പം ഈ മേഖലയിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് എന്ന് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതിക്ക് ആ മേഖലയിലൊരു പ്രോസസ്സ്, എനിക്ക് തോന്നുന്നു എല്ലാ സംഘടനയും ഇപ്പോൾ അതിലേക്ക് വന്നു കഴിഞ്ഞു. പരാതികളൊക്കെ കേൾക്കാം എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് എല്ലാ അസോസിയേഷനും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ആ പ്രോസസ്സുകൾ കറക്റ്റായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ തന്നെ
ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു 80% ആൾക്കാർക്ക് ധൈര്യം വരില്ല. അവിടെ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഈ ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് ഈ സംഘടനയുടെ തലപ്പത്ത് നിൽക്കുന്നവരുടെയൊക്കെ പ്രതികരണം ലേസിനെസ് ഉണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ട് ഇന്നലെയും അമ്മയുടെ മീറ്റിംഗിൽ പത്രപ്രവർത്തകർ ചോദിച്ചിട്ടുണ്ട്, മാധ്യമപ്രവർത്തകർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഈ നെഗ്ലക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളൊരു ഏരിയ ആണ്. പ്രത്യേകിച്ച് വിക്ടിം ഇത് കാണുന്നുണ്ട്, വിക്ടിംസ് ആണ് ഇത് ഫേസ് ചെയ്യുന്നത്, യഥാർത്ഥത്തിൽ ഫേസ് ചെയ്യുന്നത്. നമ്മളൊക്കെ ഇതിൻ്റെ പുറത്ത് നിന്ന് ഈ കളി കാണുന്നത് പോലെയാണ്, പക്ഷേ വിക്ടിംസിന് അങ്ങനെയല്ല അത് ഫീൽ ചെയ്യുക. അപ്പം നെഗ്ലക്ഷൻ ക്യാമറയിലൂടെ കാണുന്നത് വിക്ടിമിനോട് പറയുന്ന മാതിരിയാണ്, ഇതൊന്നും ഒന്നുമല്ല എന്നുള്ള അർത്ഥത്തിൽ സമീപിക്കുന്ന ഒരു പ്രശ്നമാണ് ഇത് ആദ്യം ഫേസ് ചെയ്യുന്നത്. ഇത് തന്നെയല്ലേ ഈ WCCയുടെ രൂപീകരണത്തിന് കാരണമായതും. അങ്ങനെ ഒരു നെഗ്ലക്ഷൻ പല പ്രമുഖ സംഘടനകളിൽ നിന്നുണ്ടാകുമ്പോൾ മറ്റൊരു സംവിധാനം വേണ്ടി വന്നു, അതൊരു കമ്മിറ്റിയായി പരുവപ്പെട്ടു. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ ആധികാരികത നമ്മൾ നോക്കിയിട്ട് മുൻപോട്ട് പോകാനല്ലേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഒരു ജുഡീഷ്യറി ഇടപെട്ടു, ഇതിങ്ങനെയൊക്കെയാണ്, ഇതിനൊരു പ്രോസസ്സ് വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേണമെന്ന് ജുഡീഷ്യറി പറഞ്ഞു. പിന്നെ ഒബ്വിയസ്ലി നമ്മൾ സ്വാതന്ത്ര്യ സമരം നയിച്ച ആൾക്കാർ കുറേ അനുഭവിച്ചിട്ടുണ്ട് അല്ലേ. എന്ന് പറഞ്ഞാൽ എന്തൊരു വിസിൽ ബ്ലോവേഴ്സ് എപ്പോഴും ദേ ഷുഡ് ബി റെഡി ടു ഫേസ് ഇറ്റ്. ബട്ട് ഞാൻ പറയുന്നത് അങ്ങനെ വിസിൽ ബ്ലോ ധൈര്യമായിട്ട് ചെയ്യണം. ചെയ്തു, പക്ഷേ ശരിയാണ്, എല്ലാവരും അത് നാച്ചുറൽ ആണ്. പക്ഷേ അതും കൂടെ നമ്മൾ തയ്യാറായിട്ട് വേണം നമ്മളതിന് ഇറങ്ങിത്തിരിക്കാൻ. എന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട്, അതൊരു സാഡാണ്, പക്ഷേ ദാറ്റ് ഈസ് ദ റിയാലിറ്റി. ഇതിനകത്തൊരു പ്രശ്നം കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഒഴിവാക്കൽ അല്ലെങ്കിൽ ബഹിഷ്കരണം എന്നൊക്കെ പറയുന്നത് മലയാള സിനിമയിൽ മാത്രമല്ല, അത് അടിസ്ഥാനപരമായിട്ട് കയ്യിൽ അധികാരമുള്ളവൻ്റെ ഒരു ധാർഷ്ട്യത്തിൻ്റെ ലക്ഷണമാണ്. ഞാൻ വിചാരിച്ചാൽ മറ്റൊരുവനെ ഒരു പർട്ടിക്കുലർ കാര്യത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും. ഇത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ഒരുപാട് കാണിച്ചിട്ടുള്ള കാര്യമാണ്. മറ്റു മേഖല, ഇപ്പം ഒരു ബിസിനസ് മേഖല എടുത്തു നോക്കാം. ഇപ്പോൾ ഒരു പൈസ മുടക്കി ഒരു വലിയ കാര്യം ചെയ്യുന്ന ഒരാൾ, അയാളുടെ അതിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് കരുതിയിട്ട് അയാൾക്കെതിരെ ചിലപ്പോൾ പറഞ്ഞാൽ അയാൾക്ക് ഒഴിവാക്കാൻ പറ്റുമെന്നിരിക്കും. ഇപ്പം സിനിമ ആയിക്കോട്ടെ, ഏത് മേഖല ആയിക്കോട്ടെ, ഈ മേഖലയിലൊക്കെ തന്നെ ഈ അധികാരത്തിൻ്റെ ധാർഷ്ട്യം അല്ലെങ്കിൽ അധികാരത്തിൻ്റെ, നമ്മളിപ്പം ഭരണകൂടത്തിനെതിരെ നമ്മൾ പറയുന്ന ഇതൊക്കെ തന്നെ ഒരാളെ നശിപ്പിക്കാൻ വേണ്ടി ഇതിനെല്ലാം ഒഴിവാക്കപ്പെടണം. പക്ഷേ ഇത് പെട്ടെന്ന് നമ്മളാരും ഒരു സംസാരിച്ചാലോ പ്രാക്ടിക്കലി ചിന്തിച്ചാലോ ഒന്നും മാറില്ല. ഇത് മാറേണ്ടത് ആരാണ്? അധികാരമുള്ളവന് തോന്നേണ്ടതാണ്. ഇതിങ്ങനെ ഷിഫ്റ്റ് ആയിക്കൊണ്ടേയിരിക്കും. അതാണ് ഞാൻ കുറച്ച് മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ഇന്നലകളിലെ പവർ ഗ്രൂപ്പ് ഇന്ന് പവറില്ലാത്ത ഗ്രൂപ്പാണ്. ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയിൽ ഹിറ്റുകൾ സമ്മാനിച്ച ഉദയകൃഷ്ണ എന്ന് പറയുന്ന ഒരു റൈറ്റർ ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, അദ്ദേഹത്തെ വലിയ രീതിയിൽ പരിഹസിക്കപ്പെടുന്ന ഒരു റൈറ്ററാക്കി ഇവിടുത്തെ സോഷ്യൽ മീഡിയ മാറ്റിയെടുത്തു. അദ്ദേഹത്തിന് ഒരു കാലഘട്ടത്തിൽ വലിയ പവർ ഉണ്ടായിരുന്നു. ഇന്ന് അദ്ദേഹത്തിന് സിനിമ ചെയ്യണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനിൽ വലിയ വിഷമിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിലൂടെ പുള്ളി കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും അദ്ദേഹം ഈ പരിഹാസം കേൾക്കേണ്ടി വരുന്നത്. അതുപോലെ തന്നെ പല ആൾക്കാരും, ഞാൻ പറഞ്ഞത് സിനിമയിൽ തന്നെ നിലനിൽക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നത്, സിനിമ എന്ന് പറയുന്ന വ്യവസായം തന്നെ ഇവിടെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് വലിയ രീതിയിൽ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അടുത്തിടെ ആൻഡോ ചേട്ടൻ എന്നോട് പറഞ്ഞു, 22-23 സിനിമകൾ ഒരു മാസം രജിസ്റ്റർ ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സമയത്ത് നിന്നും 4-5 സിനിമയായിട്ട് സിനിമ കുറഞ്ഞു. കാരണം ഇവിടുന്ന് റിട്ടേൺ കിട്ടുന്നില്ല. ആരോ ഒരുവൻ എവിടുന്നോ കുറേ പണം സമ്പാദിച്ചുകൊണ്ട് വരുന്നു, സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഇത് റിട്ടേൺ കിട്ടുന്നില്ല. ഇതിൻ്റെ ഒപ്പം ഈ കൂട്ടത്തിൽ പിന്നെ പറയില്ല, ഈ അവസരം നിഷേധിക്കപ്പെടുന്ന കുറച്ച് ആൾക്കാർക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. പക്ഷെ അതിന് മുമ്പ് ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പവർ എന്ന് പറയുന്നത് ഇപ്പോൾ ഉദയകൃഷ്ണന്റെ കാര്യം പറയുന്ന അങ്ങനെ അല്ലാതെ തന്നെ ഇപ്പോൾ സിനിമ അഭിനയിക്കാതെ തന്നെ സിനിമയിൽ താരസംഘടനയോ മറ്റോ നോക്കി നടത്തി നിൽക്കാൻ പറ്റുന്നവരോ ഇല്ലേ? അപ്പൊ അവർക്ക് പവർ ഇല്ലേ? പവർ തീർച്ചയായിട്ടും ഉണ്ട്. അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഉദാഹരണം, ഇടവേള ബാബു ചേട്ടന് ആരോപണം വന്നു. ഇപ്പൊ ഇന്ന് അദ്ദേഹം തലപ്പത്തില്ല. രസകരമായ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ആരോപണം വന്ന സമയത്ത് ആ ആരോപണം ഉന്നയിച്ച ആൾ പറഞ്ഞത് ഞാൻ കേട്ടത്, മലയാള സിനിമ അമ്മ അസോസിയേഷൻ അംഗത്വം എടുക്കണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നവർക്ക് അംഗത്വം കൊടുക്കും എന്ന രീതിയിലാണ് പറഞ്ഞത്. ആക്ച്വലി ഇത് അമ്മയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും എതിരെയുള്ള ഒരു ആക്ഷേപമല്ലേ? ചിലപ്പോൾ ഒരു പക്ഷേ അവർക്ക് മാനസികമായ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും നേരിട്ടുണ്ടാവേക്കാം. അപ്പോൾ അവർ ചെയ്യേണ്ടത്, ആ ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് ഇപ്പം ഹേമ കമ്മീഷൻ വന്നപ്പോൾ അവർക്ക് പറയാനുള്ള ധൈര്യമുണ്ടായി. ഈ ധൈര്യം നിയമപരമായിട്ട് ഒരാൾക്കെതിരെ മൂവ് ചെയ്യാനും കൂടെ കാണിച്ചു കഴിഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിൽ ആ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് നിയമപരമായിട്ട് അതിനെ നേരിടുക.